ഹലോ ഗായ്സ്, CB ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എൻ്റെ വീട് കുറച്ച് അപ്ഗ്രേഡ് ചെയ്തിട്ട് കുറച്ചെല്ലാം നല്ലോണം അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ രാവിലെ നല്ല കുറച്ച് പണിയിലായിരുന്നു. ഞാൻ എൻ്റെ വീട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഗ്ലോസ് കിട്ടിയിട്ട് 2-3 അതാ ആ കടലിൽ പോയിട്ട് കൊന്നിട്ട് ഞാൻ CB ഗെയിമർ വീടിൻ്റെ പേര് വിട്ടു. ഞാൻ ഗ്ലോസ് കിട്ടിട്ട് CB ഗെയിമർ ഹൗസ് മുന്നിൽ എല്ലാം പൊട്ടത്തരെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. കുറേ അപ്ഗ്രേഡ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഓരോന്നായിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ കിച്ചൺ ഏരിയ ആണ്. കിച്ചൺ ഏരിയയിൽ ഞാൻ ഒരു സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്, മോട്ടിവേഷന്. ഫുഡ് വേണമെങ്കിൽ പണിയെടുക്ക്. പിന്നെ ഒരു ഫർണസ് വെച്ചിട്ടുണ്ട്, സ്മോക്കർ 2 ബ്ലാസ്റ്റ് ഫർണസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ നമ്മൾ നാച്ചുറൽ, പിന്നെ ഇത് ഫുഡ് ഐറ്റം, അതിന് ഫോൺ ഐറ്റംസ്, ഹാർഡ്സ് ഐറ്റംസ്, പിന്നെ ഇത് നമ്മൾ വാല്യുബിൾ വെക്കാനുള്ള സെറ്റപ്പിലൊക്കെ ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. ആൻഡ് പിന്നെ വരാനുള്ള മുകളിൽ ഞാൻ ഒരു ഗസ്റ്റൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ചില്ലാവാൻ വേണ്ടിയിട്ട് 2 സോഫ നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു സ്കാർഫോൾഡിങ് വെച്ചിട്ട് ഒരു മേശ പോലെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയാണ് ഞാൻ കുറച്ച് പൊട്ടത്തരാക്കിയോ സംശയമുള്ള എൻ്റെ ബെഡ്റൂം. മൈ ബെഡ്റൂം. ഞാൻ ബെഡ് വെച്ചിട്ടുണ്ട്, ഐറ്റം ഫ്രെയിം വെച്ച്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രീപ്പറാണ്. അത് കിട്ടി. ഞാനിങ്ങനെ 2-3 ബാരെല്ലാം പൊറുക്കി വെച്ചു. ഇത് കുറച്ച് ബോറായോ. 2 ദിവസം ഞാൻ ഒരു 2-3 ആഴ്ചൻ്റെ മുകളിലായി, ഞാൻ മാസം തന്നെ ഞാൻ ഈ ഗെയിം കയറിയിട്ട് അതോട്ട് കാർഡ് പിടിച്ചതാ പഠിക്കണ്ട. പിന്നെ ഇവിടെ ഞാനൊരു ചില്ലിങ് വൈബാക്കാൻ വേണ്ടി നമ്മളൊന്ന് ഒരു സോഫ പോലെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ബൂസ്റ്റർ ഓണാക്കി വെച്ചിട്ട് ഗായ്സ്. എൻ്റെ പുറത്തേക്ക് പോവാണെങ്കിൽ നമ്മൾ നടുക്കീലേ നടക്കണം, എന്നാലേ കറക്റ്റ് സാറ്റിസ്ഫാക്ഷൻ. ഞാനില്ലേ ഷെയ്ഡർ ഇട്ടുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഞാൻ ഇതിലേ തുള്ളിയിട്ട് അണ്ടർഗ്രൗണ്ടിലേക്ക് കൂടെ എങ്ങനെയെങ്കിലും ഒരു സീക്രട്ട് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കോ റൂമോ എന്തെങ്കിലും ഉണ്ടാക്കാന്ന് നോക്കി നിൽക്കുമ്പോഴേക്കാണ് അതെന്താ ടോണ് നോക്കി നിൽക്കുമ്പോഴേക്കാണ് കടൽ എന്നെ ചതിച്ചു. ഇതിൻ്റെ അടിയിൽ നമ്മളെ അവിടുന്ന് വരുന്ന അതുകൊണ്ട് അവിടുന്ന് ഒരു കടലുണ്ട്. ആ കടൽ ഇങ്ങോളം വരെ വരുന്നുണ്ട്. അണ്ടർ വാട്ടർ കേവ് ആണ് ഉണ്ടായത്. പിന്നെ ഞാൻ ആ പണി നിർത്തി. പിന്നെ ഞാനിത് ചുറ്റും ഇങ്ങനെ വെച്ച് ഒരു ബോർഡർ പോലെ കവർ ചെയ്ത് അടിപൊളി അങ്ങനെ തന്നെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ വീടിന് ചുറ്റും ഇങ്ങനെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. പറയണെങ്കിൽ ഞാനിവിടെ ഒരു മൈനിങ് ഏരിയ സെറ്റാക്കി വരുന്നു. എനിക്ക് കോളെല്ലാം എൻ്റെ തീർത്തി. കോളന്റെ തുറക്കടാ. ക്ഷമ പരീക്ഷിക്കരുതേ മൈൻക്രാഫ്റ്റ്. എൻ്റെ പഴയ വീട്ടിൽ കോളുണ്ടോ നോക്കട്ടെ. പഴയ വീടല്ല, ഞാൻ വാടക എടുത്ത വീട്. മച്ചന്മാരെ എന്തെങ്കിലുണ്ടോ? മെയിൻ്റെ കിലവൻ ചവർ 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 ചവർ. ഞാനവനെ സാധാരണ ഇങ്ങനെ ആരെയും കണ്ടാൽ ഞാൻ അടിച്ചു കൊല്ലലാണ്. പക്ഷെ എൻ്റെ കാവൽക്കാരനായ ലാമ എന്നെ തുപ്പും. ഇവിടെ ഒന്നിൻ്റെ കോളില്ല. ഈശ്വരാ രക്ഷിക്കണേ. ളിൻ്റെല്ലേ അതിൻ്റെ പ്രതീക്ഷ പോയി. ഗോൾഡൻ ആപ്പിളാ അതുണ്ടല്ലേ, എൻ്റെ ആവശ്യപ്പില്ല. ഇതിലെന്തെങ്കിലും
ഞാൻ ഞാനിന്ന് മൈനിങ്ങിന് ഇത്ര രാത്രി ഷേഡിട്ടുണ്ട്. ഞാനിന്ന് മൈനിങ്ങിനെല്ലാം പോവാ വിചാരിച്ചു. രണ്ടരവാട്ടൊക്കെ കോള് മൈനിങ്ങിന് പോവാ വിചാരിച്ചു പറഞ്ഞു. മുട്ടായി വിശക്കുന്നു. എന്തെങ്കിലും ഉണ്ടോ അവിടെ? ഞാനിന്ന് മൈനിങ്ങിന് പോവാന്നെല്ലാം വിചാരിച്ചിരിക്കുവായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് ഷീറ്റ് എടുത്ത് കൈ പിടിച്ചേക്കാം. ബ്ലോക്ക് എടുത്തിട്ട് വാട്ടറിൽ ബ്രെത്ത് എടുക്കാൻ പോയത്. ഇഗ്നോറിങ് ആണ്. പൊട്ടിച്ചാൽ ഞാൻ കത്തിരയിലൊക്കെ ഇങ്ങനെ നമുക്ക് ഈ അതിന്റെ സെറ്റിങ്സ് എല്ലാം നമുക്ക് പിന്നെ നോക്കാം. ഇപ്പൊ വടാ അമ്മേ ആരാ വരുന്നു നോക്ക്. വടമുത്തേ വട വീട് നോട്ടല്ലേ. വീട്ടിന്റെ മുമ്പ് നോട്ടല്ലേ ബാക്കിലുണ്ടോ? അപ്പോ നമ്മളൊരു ക്രീപ്പറെ പൊട്ടിത്തെറിപ്പിച്ച് ഇല്ല നശിച്ചിട്ട്. ആരോ ഉണ്ട്. ഫാർമറെ കാണുന്നില്ല. ആരായാലും ഞാൻ ഒരു ടർട്ട് പീസ് ഇവിടെ വെക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ കുറെ സ്കെലിട്ടൺ കൊന്നു എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ കുറെ സ്പൈഡറെ കൊന്നു. വെറുതെ ഇങ്ങനെ പൊട്ടിടിക്കുന്നുണ്ട്. ഞാനിനി അതിനുള്ളിൽ തൽക്കാലം സ്പോൺ പ്രൂഫ് ചെയ്ത് വെക്കാം. സ്പോൺ പ്രൂഫ് അല്ല, ഇതൊന്ന് മൂടി വെക്കാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി മൈനിങ് ഏരിയയിൽ നിന്ന് ആരെങ്കിലും ഇറങ്ങുന്നു. ഈ പാവമായ എന്നെ കൊല്ലണ്ട. ഞാനെന്താ നമ്മള് സത്യം പറഞ്ഞാൽ ഇത്രയും കുറെ ദിവസമായി. ഞാൻ ഇത് 5ാമത്തെ എപ്പിസോഡാ. എൻ്റെ വീടിന് പണി ഈ ഒരു എപ്പിസോഡോടെ കഴിഞ്ഞു. ഞാൻ പ്രഖ്യാപിക്കുന്നു, എൻ്റെ വീട്ടിലെ ഞാൻ നോക്കിക്കൊണ്ട് പോയതാണെന്നാണ് എൻ്റെ ഓർമ്മ. ചെസ്റ്റ് പോലും ഇല്ല. അതുവരെ ഞാൻ എടുത്തു കൊണ്ടുപോയി. അതെ, ഫോൺ എവിടെയാ? അത് 6 തന്നെയല്ലേ ഞാൻ വന്നത്. ഇത്രയും വലിയൊരു നല്ലൊരു ഹൈവേർട്ട് സിസ്റ്റം ഉണ്ടായിട്ടാണോ ഞാൻ ആ ഒരു കൊട്ടക്കടലിൽ പോയിട്ട് മുങ്ങി തപ്പിയിട്ട് കഷ്ടപ്പെട്ട അയാണല്ലോ ഒപ്പിച്ചത്. ഞാൻ കുറെ അയൺ ഒപ്പിച്ചിട്ടോ, അത് പറയുന്നുണ്ട്. ഇഷ്ടം പോലെ അയൺ ഒപ്പിച്ചിട്ടുണ്ട്. ബാക്കെല്ലാം വരും. ഈ ടെസ്റ്റില് ഞാൻ ഇവിടുന്ന് മാഗ്മ ബ്ലോക്ക് ഇവിടുന്നാണ് ഞാൻ എടുത്തത്. നമ്മളെപ്പോഴും സേഫ് ആയിരിക്കണം. മാഗ്മ ബ്ലോക്കെല്ലാം ഞാൻ ഇവിടുന്നാണ് എടുത്തത്. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സാഡലാ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സാഡൽ ഉണ്ടായിട്ടില്ല. വീഡിയോ എൻ്റെ വീഡിയോ ഒന്ന് പോയിട്ട് നോക്കേണ്ടി വരും. 3 ലെവലാ. ഞാൻ ആകെ 3 ലെവലായിരുന്നു ഒരു സത്യം ഞാൻ മനസ്സിലാക്കുന്നു. ഞാനാ ഇന്നത്തെ ഷേഡർ ഇട്ടോണ്ടാട്ടോ. ഇങ്ങനത്തെ ഷേഡർ ഇട്ടോണ്ടോ വേഗം ലെവലിൻ്റെ അവിടെ മറ്റേ രീതിയിൽ കട്ട പോലെ ഉണ്ടാവുന്നത്. അതാണ് ഇനി പണിയാക്കുന്നത്.
എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഒന്നും സ്കിപ്പായിട്ടില്ലല്ലോ. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ പറയുന്നില്ല. ഞാൻ കുറെ കോള് ഒപ്പിച്ചു, ടോർച്ചും ആക്കി, 2-3 സ്കെൽട്ടണെ ഞാൻ കൊന്നു. വീരകഥ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാനിങ്ങനെ താഴേക്ക് പോയി പണി റീപ്ലേസ് ചെയ്തു. ഇതെന്റെ ഊഹം ശരിയാണ്. ഞാൻ ഒരു സ്കെൽട്ടൺ വന്നേരം പെട്ടെന്ന് പാനിക്കായിട്ട് ഞാൻ കുറേ ബ്ലോക്ക് അങ്ങ് സ്പാം ചെയ്തിട്ട് വെച്ചേരം എൻ്റെ ആ ബ്ലോക്കിൻ്റെ ഒരു കണക്കങ്ങ് പോയി പൊട്ടിച്ചേ. അപ്പോൾ പിന്നെ അങ്ങ് ഇതേപോലെ 2 ബ്ലോക്കായിട്ട് നീണ്ടുപോയി. ഇതെല്ലാം ഞാൻ മാറ്റും. എനിക്ക് ഭയങ്കര സ്മൂത്തായിട്ട് വരാൻ വേണ്ടിയിട്ട് സ്റ്റെയർ കേസ് ഞാൻ ചെയ്യും. പിന്നെ രാത്രി ആവണേ മൈൻക്രാഫ്റ്റ് രാത്രി ഓക്കെ, ഇതായിരിക്കും നമ്മൾ പക്കാ. ടക്കി ഗെയിം ഞാൻ റെക്കോർഡിങ്ങിന് ഇത് കേൾക്കും അറിയില്ല. ബട്ട് ഇപ്പം എന്തോ ഒരു സൗണ്ട് ഞാൻ കേൾക്കും. സിമിട്രി വേണം നമുക്ക്. സിമിട്രി ഉണ്ടായിരിക്കണം. സിമിട്രി വേണമെന്ന് പറഞ്ഞ് ഞാൻ തന്നെ അത് തെറ്റിച്ചു. ഓക്കെ, ഇനി നമുക്ക് കുഴിച്ചു പോവാം. 1 2 1 2 ഇങ്ങനെ ആദ്യം ഞാൻ തെറ്റിച്ചു. ഇനി ആദ്യം നമ്മൾ 1 2 ഇതാട്ടോ നല്ല മൈനിങ് മെത്തേഡ്. ഇതാണ് നല്ലൊരു മെത്തേഡ്. മൈൻക്രാഫ്റ്റ് ആദ്യമായിട്ട് കളിക്കുന്നവർക്ക് ഇത് നല്ലൊരു ടിപ്പായിരിക്കും, യൂസ്ഫുൾ ആയിരിക്കും. എൻ്റെ ഒക്കെ ടോർച്ചൊക്കെ സമയം നമ്മൾ ഓരോരുടെ ഏരിയ സ്പോൺ പ്രൂഫ് ചെയ്ത് പോയിട്ടാണ് അത്രയും നല്ലത്. പിന്നെ നേരത്തെ തന്നെ കൊല്ലാൻ വന്ന പോലെ ക്രീപ്പറൊന്നും കൊല്ലാൻ വരില്ല. ഇത് ഞാൻ കുറേ സമയത്ത് കുഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുവരെ ഒന്നും നമുക്ക് ആ കോർഡിനേറ്റ്സ് വൈ ലെവൽ മൈനസ് ആ നടുക്ക് കാണുന്നത് -59 വരെ നമുക്ക് എത്തിക്കണം. എന്നാലാണ് നമുക്ക് പിന്നെ ഡീപ്പ് സ്ലേറ്റ് ലെവൽ അതാണ് ഡീപ്പ് സ്ലേറ്റ് സ്പോൺ ആവുന്നത്. ആൻഡ് തെറ്റിച്ച ഇല്ല. തെറ്റിച്ചാൽ പിന്നെ ഞാൻ വെച്ചേക്കാം. ഞാൻ തന്നെ ഒരു മണ്ടനാണ്. ഞാൻ തന്നെ വീണ്ടും തെളിച്ചിരിക്കുന്നു. ചില സമയമില്ല ഈ ഗെയിം ഭയങ്കരം പേടിപ്പിക്കും. ഞാൻ പറഞ്ഞില്ലേ നക്കി, ഇതാണ് എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യം. ഈ വാട്ടറൊന്നും ഇങ്ങോട്ട് വരാത്ത സൈഡിലായിട്ട് ഒരു ബ്ലോക്ക് വെച്ചിട്ട് ഇതങ്ങ് മൂടിയേക്കാം. എൻ്റെ ഇനി നമ്മൾ ഇതിനപ്പുറം വെള്ളം. അപ്പം നമ്മൾ ഇങ്ങോട്ട് കുഴിച്ചാൽ ഇങ്ങോട്ടങ്ങനെ പ്രത്യേകിച്ച് ഇപ്പൊ ഒന്നും കാണുന്നില്ല. ആൻഡ് താഴേക്ക് പോകുന്നത് എന്താണ് സംഭവിക്കുന്നത് അറിയാം. ഒരു ടോർച്ച് ഇവിടെ ഇരിക്കട്ടെ. അത് സത്യം പറഞ്ഞത് വെള്ളം അങ്ങനെ താഴേക്ക് ഒഴുകി വന്നിട്ടൊരു കേവിലേക്കായത്. നമ്മളെ സേഫ്റ്റിയാണ് മുഖ്യം. ഇറങ്ങി വേണ്ട.
ആ വാക്കേ ഞാൻ മിണ്ടുന്നില്ല. ആൻഡ് വീണ്ടും മൈനിങ്. ഇതെന്തല്ല കേവിലേക്ക് തന്നെയല്ലേ പോവാ? ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കല്ല. സോംബീസ് സ്കെലിട്ടണാണ് സഹിക്കാൻ കഴിയാത്തവ. സ്കെലിട്ടൺ എന്നുള്ളത് എല്ലാം കൂടി നിർമ്മിക്കപ്പെട്ടതും പിന്നെ ഒരു അമ്പും വില്ലും എടുത്തിട്ട് വരുന്നൊരു പൊട്ട സാധനമാണ്. പക്ഷേ ഞാനിപ്പോ തൽക്കാലം നോക്കുന്നില്ല. സത്യം പറഞ്ഞ പേടിയാ നോക്കാൻ. അത്യാവശ്യം മോബ്സ് ഒരു ബ്ലോക്കെല്ലാം മതി. ഒരു മോബ് ബിൽഡിംഗ് ബ്ലോക്ക് തീർക്കണം. ഡർട്ട് തന്നെ വെച്ച് പോകാം. അതാണ് പിന്നെ സേഫ്. വെറുതെ നമ്മൾ ബിൽഡിംഗ് ബ്ലോക്സ് എല്ലാം ഇങ്ങനെ കളയുന്നത്. ബിൽഡിംഗ് ബ്ലോക്സ് നമുക്ക് എപ്പോൾ ആവശ്യം വരുമോ പറയാനില്ല. വണ്ടിക്കിട്ടി അല്ലേ കുഴിയിലും ചെന്ന് ചാടുമ്പോളായിരിക്കും അവിടെ ഒരു സോംബി ഇരിക്കുന്നുണ്ട്. ആൻഡ് ഒരു ടോർച്ച് ഇങ്ങനെ അവിടെ വെച്ച് കാണുന്നുണ്ടോ എനിക്കറിയാണ്ട് അവിടെ ഇരിക്കുന്നു. എൻ്റെ അമ്മേ, കുറച്ച് ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ബാറ്റിലേ പോണേ. നമ്മളിപ്പം ഓരോപ്പരം മൽപ്പിടുത്തം പിടിക്കാനേ സമയം ഉണ്ടാവുള്ളൂ. എന്നിട്ട് നമുക്ക് നമ്മളെ മൈനിങ് കണ്ടിന്യൂ ചെയ്യാം. 1 2 3 4 അഗെയിൻ 1 2 3 4 5 6 1 2 കേവിൻ്റെ ആ ഒരു സെക്ഷൻ തീർന്നു കേട്ടോ. കേവ് തീർന്നല്ല, കേവിൻ്റെ ആ സൈഡിലേക്കില്ലേ നമുക്ക് ബുദ്ധിമുട്ടായിട്ടില്ല. ആ ഒരു ഏരിയ തീർന്നിട്ട് നമ്മളിനി കുഴിച്ച് പോകുമ്പോഴേക്കും മുന്നിലൊരു കേവ് കാണാം. ഇതൊരു വൺ സീനായിട്ട് പറഞ്ഞെങ്കിൽ നമുക്ക് വലിയ സീനില്ലാത്ത ഒരു കാര്യമാണ്. ടോർച്ച് അഗെയിൻ മൈനിങ്. അയേണിൻ്റെ ലെവലെത്തിനത്ര നമ്മളിപ്പോൾ ഫാനായിട്ട് ചൂടെടുക്കുന്നു. അയേണിൻ്റെ ലെവലെത്തിനത്ര ആണ്. പിക്കാക്സ് നമുക്ക് ഇപ്പം പൊട്ടുന്ന വരെ വൈൻ ചെയ്യാം. അയൺ കിട്ടിയിട്ടുണ്ട്. ഗെയിമിന് ബഗ്. ഞാൻ അയൺ ഇതുവരെ വൈൻ ചെയ്തതിനുള്ള ഈ പോക്കറ്റ് എഡീഷൻ്റെ ഓരോ കാര്യം. കോള് നമുക്ക് ആവശ്യമുണ്ടോ? കോൾ അവിടെ നിൽക്കട്ടെ തൽക്കാലം. ആ ടൂണിങ്ങൾ കേട്ടാ ഏതായാലും മൈനിങ് അവിടെ വെച്ച് നിർത്തണം. മുകളിൽ നൈറ്റാന്ന് നോക്കാം. നൈറ്റാണ് നമുക്കെന്ത് പേടി? നമ്മളൊന്നും പണ്ടേ പേടി. ഇത് കണ്ട ഭയങ്കര ഹങ്കർ പോന്നു. നോവുണ്ടാ വാടാ ഇറങ്ങണ്ടാ. ഇവിടെയെല്ലാം ഞാൻ സൗണ്ട് പ്രൂഫ് ചെയ്ത് വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആരും ലൈറ്റ് കുറയില്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു വീടും വേണ്ടി രക്ഷപ്പെട്ടിട്ടുണ്ട്. എത്ര സ്പീഡായിട്ട് ഞാൻ ആ ഷോപ്പ് കയറിയേ. ചില സമയം ടൂണ് വരുന്നുണ്ട്, അതെനിക്ക് കുറച്ച് പേടി തരുന്നുണ്ട്. ആൻഡ് നമ്മളെ വീഡിയോന്റെ ലെങ്ത് ഇപ്പം തന്നെ 9 മിനിറ്റ് ഏകദേശമായി. 20 മിനിറ്റ് ആവുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും അടുത്തൊരു വീഡിയോയിലേക്ക് വരിക. ബൈ ബൈ.